ഈ രാജ്യത്തിൻ്റെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡിബേറ്റ് ചെയ്യപ്പെടുമ്പം വളരെയധികം വാദപ്രതിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും ഒടുവിലാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടായത്. അതുമാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ന്യൂനപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി കേട്ടിരുന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്കകത്ത് അംഗങ്ങളെക്കുറിച്ച് വിമർശനങ്ങളുണ്ടായിരുന്നു. അത് 1935 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ നിയമം ഉണ്ടാക്കി പാസ്സാക്കുമ്പം അത് ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിരുന്നില്ല, വിമർശനമായിരുന്നു. പക്ഷേ അത് ഈ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സോംനാഥ് ലാഹിരി ആയിരുന്നു. അദ്ദേഹമാണ് ഇന്നത്തെ റൈറ്റ് ടു പ്രൈവസി, ആ റൈറ്റ് ടു പ്രൈവസി എന്ന ഭാഗം ഒരുപക്ഷെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടപ്പിലാക്കിയെങ്കിൽ, പിന്നീട് പുട്ടപുറത്തിയുടെ വിധിയിലൂടെ ഈ ഒരു യാഥാർത്ഥ്യം ഇവിടെ നടപ്പിലാക്കപ്പെട്ടുവെങ്കിൽ അതിന് അന്ന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന് നൽകുന്ന ഓരോ അവകാശങ്ങളും, അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആവട്ടെ, അതുപോലെ മറ്റ് മൗലിക അവകാശങ്ങളാവട്ടെ, അതെല്ലാം വളരെയേറെ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആർട്ടിക്കിൾ 25 റൈറ്റ് ടു പ്രൊഫസ് പ്രാക്ടീസ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ എന്നായിരുന്നുവെങ്കിൽ, ആ ക്ലോസ് ഉണ്ടാക്കുന്ന ഘട്ടത്തിലും ആർട്ടിക്കിൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിലും വളരെയധികം വാദപ്രതിവാദങ്ങളുണ്ടായിരുന്നു. അതിൽ ഫെമിനിസ്റ്റ് പക്ഷം ഉയർത്തിപ്പിടിച്ച വനിതകളായ പ്രതിനിധികൾ ഉയർത്തിയത്, അവർ പറഞ്ഞ കാര്യം, അത് റൈറ്റ് ടു പ്രൊഫസ് പ്രാക്ടീസ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ എന്നത് മാറ്റി റൈറ്റ് ടു വർഷിപ്പ് എന്ന രീതിയിലേക്ക് മാറ്റണം. പക്ഷേ യാഥാർത്ഥ്യം അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഭരണഘടന അസംബ്ലിക്കകത്ത് ഭരണഘടന ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത പ്രമുഖർ KT ഷാ ആയിരുന്നു. ഇങ്ങനെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖരായ നിരവധി പേരുടെ കഠിനാധ്വാനത്തിലൂടെ രൂപപ്പെട്ടതാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന.